വേണ്ടാത്തിടത്ത് ആൽമുളച്ചാൽ അത് അവർ തണലാക്കുകയും അഭിമാനമാക്കുകയും ചെയ്യും. അതാണ് നാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത്. ഒരു യൂട്യൂബറുടെ ഭാര്യ ആരുടെ കൂട്ടത്തിൽ ഒളിച്ചോടി? ഒരു ബസ് ക്ലീനിങ് സ്റ്റാഫിന്റെ കൂട്ടത്തിൽ. അതിനെപ്പറ്റി ഉള്ള ചർച്ചകളായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതും. അതിലെ കാര്യങ്ങളും കാരണങ്ങളും കൂടാതെ ആ ഭർത്താവും അതിനെപ്പറ്റി പറഞ്ഞു. മൊത്തം അത് നിറച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, അവിഹിതങ്ങളുടെ കാലമാണിപ്പോൾ. ഓരോ ദിവസവും നൂറുകണക്കിന് അവിഹിത ബന്ധങ്ങൾ നിറയുന്ന ഈ കാലഘട്ടത്തിൽ 2015 ഞാൻ എഴുതിയ ഒരു ഡ്രാഫ്റ്റ് അതിന്നും ആനുകാലികം തന്നെയാണ്. 11 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിപ്പോഴും ആനുകാലികമാണ്. അതിലേക്കാണ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചേട്ടാ, ബാങ്കിൽ പോകണം. അത് നീ ആ ഓട്ടോക്കാരോട് പറഞ്ഞാൽ പോരെ? ചേട്ടാ, മോളെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമല്ലേ? ചേട്ടൻ നേരത്തെ വരുമോ? ഓ, അത് നീ അവനോട് തന്നെ പറഞ്ഞാൽ മതി. ചേട്ടാ, മാർക്കറ്റിൽ പോകണം, കറി വയ്ക്കാൻ ഒന്നുമില്ല. നീ അവനോട് പറഞ്ഞാൽ മതി. അമ്പലത്തിൽ പോകണം. ശോ, നാശമായല്ലോ. എന്തിനും ഏതിനും എപ്പോഴും എന്നോട് ചോദിക്കേണ്ടതുണ്ടോ? അവനോട് പറഞ്ഞേ പോരെ? എല്ലാം ഞാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാസാമാസം അവന് കാശിന് കൊടുക്കുന്ന വെറുതെയൊന്നും അല്ല. അതുപോലെ ഓട്ടോ വാങ്ങിയിട്ടിരുന്നതിനാണ്, അതും വെറുതെയല്ല. അത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നിന്റെ ആവശ്യങ്ങളും എത്രയും വേഗം നടക്കുന്നതിനാണ്. അതുകൊണ്ട് എപ്പോഴും എന്നെ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ ശാലിനി. ഓഫീസിൽ 100 കൂട്ടം കാര്യങ്ങളാണ് എനിക്കുള്ളത്. രാത്രിയാകാതെ അവിടെ നിന്നും ചാലാകുകയില്ല. ആ അനുവാദവും ആശീർവാദവും വിശ്വാസത്തിൻ്റെതായിരുന്നു. അവളോ അത് ആശീർവാദത്തിൻ്റെതാക്കി. അംഗീകാരത്തിൻ്റെയും എല്ലാത്തിനുമുള്ള ലൈസൻസിൻ്റെയും അനുവാദത്തിൻ്റെയും ആക്കി. ഓഫീസിലുള്ള രാത്രിയിലുള്ള വാട്ടർ പാർട്ടിയാണ് ജോലിക്കായി അയാളെ പോകുന്നതിനുള്ള പ്രചോദനം നൽകിയിരുന്നത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ കുടിയും പാർട്ടിയും തുടങ്ങിയത്. മക്കളിപ്പോൾ 3 ഒന്നിനൊന്ന് വെട്ടുന്ന വളർച്ചയുള്ള 3 പെൺമക്കൾ. രാത്രി ഏറെ വൈകിയാണ് അയാൾ വീടെത്തുന്നത്. എന്നും റോഡളന്നാണ് വീട്ടിൽ വരിക. ചിലപ്പോൾ 4 കാലിലാകും. പലപ്പോഴും തന്നെ ഈ ഓട്ടോക്കാരൻ ചെക്കൻ്റെ ദയാദാക്ഷിണ്യത്തിന്റെ കൃപയാണ് അയാളെ ബെഡിലേക്ക് എത്തിക്കുന്നത്. ഓട്ടോ വാങ്ങിച്ചത് തന്നെ ദിവസേനയുള്ള മദ്യസേവയ്ക്കാണ്, പോലീസിന്റെ ഊതലിൽ നിന്നും ഒഴിവാക്കാനും. 2 വീലർ ഉണ്ടെങ്കിലും ഇയാൾ പോകുന്നത് ബസ്സിനാണ്. അതിന്റെ കാരണം തിരികെ വരുന്നതിൽ ഫുൾ ലോഡായിരിക്കും. അതുകൊണ്ടാണ് ആ ഓട്ടോ ആ സമയത്ത് വിളിച്ചു കഴിയുമ്പോൾ ആ ഓട്ടോയ്ക്ക് വരാൻ വേണ്ടിയാണ്. ഈ ഊതൽ 2 വീലർ വരുമ്പോഴുള്ള ആ ഊതലിൽ നിന്ന് ഒഴിവാക്കാനായിട്ടാണ്. അതായത് പോലീസ് പിടിച്ചാൽ അതിന് ഫൈൻ അടക്കണ്ടേ, കൂടാതെ അയാൾ ഒരു സർക്കാർ എംപ്ലോയിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അയാൾ ഓട്ടോ വാങ്ങിച്ചത് എന്ന് പറയാതെ പറയുന്ന ഒരു സത്യമാണ്. ഓട്ടോ പയ്യന്റെ ഡ്യൂട്ടിയാണ് തിരികെ പാതിരാത്രിയായാലും വീട്ടിലെത്തിക്കുന്നത്. ഓട്ടോക്കാരൻ ഇദ്ദേഹത്തിന്റെ ഒരകന്ന ബന്ധു കൂടിയാണ്. പലപ്പോഴും വാളടിച്ച് വൃത്തികേടാക്കുമ്പോൾ, അതായത് വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോയിൽ വെച്ച് ഛർദിക്കും. സ്വന്തം ഭാര്യ പോലും അറച്ചു നിൽക്കുമ്പോൾ ഓട്ടോയും വരാന്തയും കഴുകേണ്ടി വരുന്നതൊക്കെ അയാളുടെ ഡ്യൂട്ടിയിൽപ്പെടുന്നതാണ്. ആരിലും അനുകമ്പയും ദയയും സ്നേഹവും പൊടിഞ്ഞ് നീരുറവയും നദിയും കടലും ഒക്കെ ആക്കുവാൻ
ഉപോത്ഭയങ്ങളാണ് ഇവയെല്ലാം. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നുന്ന വെറുപ്പ്, അവനിൽ ബഹുമാനവും, അതായത് ഓട്ടോക്കാരനിൽ ബഹുമാനവും, പിന്നീട് അത് അവനോട് തോന്നുന്ന ദയയും സഹതാപവുമാകും. പിന്നീട് സ്നേഹവും പ്രണയവുമായി മറ്റ് പലതിലേക്കുമുള്ള കുത്തൊഴുക്കാകുവാൻ ഇത് തന്നെ ധാരാളമാണ്. പോരാഞ്ഞിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളിലും അവനുണ്ട്. എന്ത് വാങ്ങുന്നതിനും എന്ത് കൊടുക്കുന്നതിനും, പണയത്തിനായാലും വിൽക്കലിലും, നേരം പോക്കിനും സംസാരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അവനാണ്. ടൈം പാസിന് അവനൊരു ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഫോണിലൂടെ ഇവൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ഓട്ടോ ഓടിക്കണമെന്നോ ഇല്ല. അതിനുള്ള തുക ഇവളായിട്ട് കൊടുക്കുകയാണ്. വൈകുന്നേരം പാർക്കിലും സിനിമയ്ക്കും ഹോട്ടലിലും എന്തിന് തൻ്റെ എല്ലാ ദുഃഖങ്ങൾ പോലും പങ്കിടാനും സാന്ത്വനിപ്പിക്കാനും പറ്റിയ ഒരാളായി കാണുകയാണ്. ആദ്യം സഹോദരനായിരുന്നു, പിന്നീട് സ്നേഹിതനായിരുന്നു, പിന്നെ കാമുകനും വീട്ടുകാരനുമായി, പിന്നെ ജീവനുമായി തീരുകയാണ്. അതോടെ ഭർത്താവ് എന്ന ഫിനാൻസറും വീട്ടുടമസ്ഥനും സർവോപരി മക്കളുടെ അച്ഛനെന്ന് പറയപ്പെടുന്ന അയാൾ അല്ലെങ്കിൽ അങ്ങേര് അവളെ സംബന്ധിച്ചിടത്തോളം കറിവേപ്പിലയാവുകയാണ്. ചേട്ടൻ അയാൾ ആവുകയും ചെയ്തു. അതായത് ആ ഓട്ടോക്കാരൻ ചേട്ടനായി മാറി. ഭർത്താവ് എന്നത് വല്ലപ്പോഴും കടമ നിർവഹിക്കുന്ന ആളുമായി മാറുകയാണ്. പതുക്കെ എല്ലാത്തിൻ്റെയും പുറത്തേക്കും മക്കളുടെ പോലും എല്ലാമായി ഓട്ടോമാമൻ മാറുകയാണ് ഓരോ തലങ്ങളിൽ നിന്നും. അല്ലെങ്കിൽ അവൾ മാറ്റുന്നു, മക്കളോടും ഒക്കെ പറഞ്ഞുകൊണ്ട് അവൾ മാറ്റുകയാണ്. നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് ഇവനെന്ന്. വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഔദ്യോഗിക തലങ്ങളിൽ നിന്നും പുറത്താകുന്നു. എവിടെയും ഒറ്റപ്പെടുന്നു. ആര്? ആ ഭർത്താവ്. കളിയാക്കലുടെയും അപമാനത്തിന്റെയും അവഹേളനത്തിന്റെയും ഭാരം കൊണ്ട് അവന്റെ തല കുനിയേണ്ടി വരികയാണ്. ബന്ധുക്കളുടെ മുമ്പിലായാലും, മക്കളുടെ മുമ്പിലായാലും, സ്നേഹിതരുടെ മുമ്പിലായാലും, ഓഫീസിലായാലും, സമൂഹത്തിന്റെയും മുന്നിൽ താൻ ആരുമല്ല എന്ന ബോധം അവനുണ്ടാവുകയാണ്. തോൽവിയുടെ, ജീവിത പരാജയങ്ങളുടെ ഭാണ്ഡമേറി പലരെയും തോൽപ്പിക്കാനായി 3 മുഴം കയറിലോ ഒരു മുണ്ടിലോ തീർക്കുകയാണ്. അങ്ങനെ എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ, ഒരു തിരുവനന്തപുരംകാരൻ സൂയിസൈഡ് ചെയ്തതിൻ്റെ ഒരു കാരണം അതാണ്. ഞാനിന്ന് ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി വിശദമായിട്ട് എഴുതിയില്ലെങ്കിലും ഞാൻ അയാളുടെ ബോഡി ആ നാട്ടിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത്, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഓട്ടോക്കാരനെ പോലെ ഒരുത്തനാണ്. അവനായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോഴാണ് പറയുന്നത്, ഇപ്പൊ മക്കളുടെ അച്ഛൻ അവനാണ്, ഇപ്പോ അവളുടെ വേണ്ടപ്പെട്ട ആളതാണ്. ഇവൻ കാശ് കൊടുക്കുന്നവൻ മാത്രമാണ്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം മറ്റുള്ളവരിൽ വിളിച്ചു പറയാനുള്ളതല്ല. അങ്ങനെ ഒത്തിരി മരിച്ചപ്പോ അയാളും മരിച്ചു, ഈ സർക്കാർ ഓഫീസിലുള്ള ആളും. ഇത് അനുഭവ കഥയാണ് എന്നറിയുക, ഇത് ഉണ്ടാക്കിയൊരു കഥയല്ല. ആരാണ് ഇവിടെ തോൽപ്പിക്കപ്പെട്ടത്? ആരാണ് ജയിച്ചത്? ആരാണ് സ്വയം വിഡ്ഢിയായത്? ആരാണ് കോമാളി വേഷം കെട്ടി ആടിത്തീർത്തത്? ആരാണ് എങ്ങും എത്താതിരുന്നത്? സമൂഹത്തിന്റെ ശാപവും പഴിയും കേട്ടത് ആ കുഴിമാടത്തിലോ ആ ചിതയിലോ എരിഞ്ഞടങ്ങുമോ? അവരിൽ ഏൽപ്പിച്ച അപമാനത്തിന്റെ മുറിപ്പാടുകൾ വരും തലമുറകൾ കാലങ്ങളോളം വെറുപ്പിന്റെ വിഴുപ്പായ ആ ദുഷ്പേര് അവരും ചുമക്കണം. ഇപ്പോൾ അഭിമാനമാണ്. മക്കളുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഒരു ഭർത്താവുണ്ട്. ഭർത്താവ് എന്ന പോലെ ഒരുത്തനുണ്ട് എല്ലാ കാര്യത്തിനും ഉള്ളത്. പക്ഷേ ഇതിനെല്ലാം കാരണം ആരാണ്? മറ്റാരുമല്ല, നാം തന്നെയാണ്.
താൻ ഇരിക്കേണ്ടിടത്ത് താൻ ഇരുന്നില്ലെങ്കിൽ പട്ടിയും കുരങ്ങും ചെന്നായും അട്ടയും മൂട്ടയും കയറിയിരിക്കും. ചോരയൂറ്റിയൂറ്റി കുടിച്ചിട്ട് വലിച്ചെറിയപ്പെടുന്ന പേക്കോലങ്ങളും കബന്ധങ്ങളുമാകും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ. നാളെയുടെ നോക്കുകുത്തികൾ. ഇനിയും പിറക്കണോ അവഹേളനത്തിന്റെ മക്കൾ, അപമാനത്തിന്റെ വെപ്പാട്ടികൾ, ചെന്നായ്ക്കളുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ. നിങ്ങൾ അറിയണം, ഈ പോകുന്ന സ്ത്രീകൾ നാളുകൾ കഴിയുമ്പോൾ തിരികെ എത്തും. അല്ലെങ്കിൽ ചെന്നെത്തുന്നത് ചുവന്ന തെരുവുകളിലോ ഇതുപോലുള്ള ജീവിതത്തിലുമാകും. ഞാൻ കഴിഞ്ഞ ദിവസം അതുപോലൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരു സ്ത്രീയുടെ കാര്യം ഒരാളും നോക്കാനുണ്ടായില്ല. എല്ലാവരും അവളുടെ പേരിൽ കാർക്കിച്ചു തുപ്പി, അവളുടെ ശവപ്പെട്ടിയുടെ മുമ്പിൽ കാർക്കിച്ചു തുപ്പി. കാരണമെന്തേ? അവളുടെ ചെയ്തികൾ, അവൾ ചെയ്തു കൂട്ടിയ ഇതുപോലുള്ള കുറെ അവിഹിതങ്ങളുടെ കഥകൾ. അന്നവൾ നാട്ടിലെല്ലാം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ആ കുഴിമാടത്തിലാണ്. ഒത്തിരി പേരുടെ നിനവും നിശ്വാസങ്ങളും നെടുവീർപ്പുകളും ശ്വാസവും വീണുടഞ്ഞ കുരുക്ഷേത്ര ഭൂമിയാണ് ഇത്. ഒരാളും അന്തിമമായി ജയിക്കാനാവാത്ത ഭൂമി. ചിരഞ്ജീവികളായവർ പോലും പരാജയത്തിന്റെ കയ്പിനീർ രുചിച്ച ഭൂമി. വേണ്ട, നമ്മൾക്ക് തോൽക്കേണ്ട, ആരെയും തോൽപ്പിക്കണ്ട. ജയിക്കണം. എവിടെയും ആരെയും തോൽപ്പിച്ചുകൊണ്ടാകരുത്, ആരെയും വെട്ടിവീഴ്ത്തി ആകരുത്, ചതിയിൽ പെടുത്തിയും ആകരുത്, മുറിപ്പെടുത്തിയുണ്ടോ വേദനിപ്പിച്ചോ ആകരുത്. സ്നേഹിച്ചും സഹകരിച്ചും സഹവസിച്ചും സാന്ത്വനത്തിന്റെ പനിനീർ വീശിയും സമാധാനത്തിന്റെ ചാലകങ്ങളായും ചാലുകളായും ദൈവിക കൃപകളാലും ആകാം. കുടുംബസ്നേഹത്തിന്റെ പ്രകാശ കതിരൊളിയാൽ തിളങ്ങണം. സ്നേഹത്തിന്റെ പരിപൂർണ പരിസമാപ്തിയാകണം പ്രണയവും സ്നേഹവും പ്രാപിക്കലും. ആ മൂർധന്യതയിൽ പറയാൻ കഴിയട്ടെ. ആ ഒരു ചുടുചുംബനത്താൽ ഐ ലവ് യു ഡിയർ എന്ന് പറയാനാവണം. നീ എൻ്റെ ജീവനാണ് എന്ന് പറയാനാവണം. നിന്നിൽ അഴിയുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണെന്ന് പറയാൻ പറ്റണം. ആ ദൈവിക നിറവിൽ അലിഞ്ഞ് ചേരാനാവണം. അറിഞ്ഞും അറിയാതെയുമുള്ള മറ്റുള്ളവരുടെ മൃദുസ്പർശനം, അത് നമ്മിൽ സ്പർശന സുഖത്തേക്കാൾ ചൊറിഞ്ഞനത്തിന്റെ സ്പർശനമാകണം. മനസാക്ഷി കുത്തുന്ന വേദനയുടെ അനുഭവമാകണം. വഞ്ചിക്കുവാനുള്ള ഹൃദയം നമ്മിൽ നിന്ന് വലിച്ചെടുത്ത് മാലിന്യങ്ങൾ കഴുകി സ്നേഹിക്കാനുള്ള നവ്യമായ ഹൃദയം നമ്മിൽ ചേർക്കണം. അത് ഒരിക്കൽ പോലും ഒരു വേദനയാവില്ല. ഇന്ന് വിഷമം തോന്നി ആ യൂട്യൂബറുടെ സംസാരം കേട്ടപ്പോൾ. അതുമാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിൽ കൂടി വരുന്നു. അതുപോലെ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ 1000-ലധികം ഇതുപോലുള്ള അനുഭവ കുറിപ്പുകളുണ്ട്. ഇനിയുമുണ്ട് ധാരാളം പറയാൻ. ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ, വഞ്ചിക്കുന്ന ഹൃദയങ്ങൾ. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും മറ്റൊന്നും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനായി പ്രാർത്ഥിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.